ഇന്ത്യയിൽ 85 വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളാണ് നിലവിലുള്ളത്. ഇവർക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നേതാവിനെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ വിദേശകാര്യ വകുപ്പിന്റെ അനുമതി വേണം. അത്തരം ഒരു അനുമതിക്കായിട്ട് നയതന്ത്ര പ്രതിനിധികൾ ഇപ്പോൾ തിക്കും തിരക്കും കൂട്ടുന്നത് ആരെ കാണാനാണെന്നറിയോ? TVK നേതാവ് ദളപതി വിജയെ കാണാനാണ് ഈ തിക്കും തിരക്കെന്നാണ് പ്രമുഖ തമിഴ് ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കരൂരിൽ TVK സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുക്കാനെത്തിയ 41 പേർ മരണപ്പെട്ട സംഭവം അന്താരാഷ്ട്ര മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടെയാണ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇങ്ങനെ വെറുത്തരായിട്ട് ഒരു നേതാവിനെ കാണാനെത്തുന്ന അനുയായികൾ മറ്റൊരു രാജ്യത്തും ഇല്ലെന്നാണ് വിദേശ മാധ്യമ പ്രവർത്തകരടക്കം പറയുന്നത്. ശരിക്കും ഈ തമിഴക വെട്ടിക്കഴകം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ ഒരു ശിശുവാണ്. അവർക്കൊരു MLA ഇല്ല, ഒരു MP ഇല്ല, എന്തിനേറെ പറയണ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല. എന്നിട്ടും വിജയ് വിദേശ രാജ്യങ്ങളിലും ഹീറോ ആകണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ഇന്റലിജൻസ് വിവരങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരും. വിജയ് തമിഴ്നാട്ടിൽ ഭരണം പിടിക്കുന്ന കാര്യം തമിഴകത്തെ ഭരണപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ ഒരു വിഭാഗവും അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. അതുകൊണ്ടാണ് അവർ തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളോട് ഉടൻ സൗഹൃദ സന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 40 ലോക്സഭാംഗങ്ങളെ സംഭാവന ചെയ്യുന്ന തമിഴകത്തിന്റെ മുഖ്യമന്ത്രി വിജയ് ആയാൽ അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയത്തിലും നിർണായക സ്വാധീനം ഉണ്ടാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്.